AKG സെന്ററിന്റെ മുൻപിലാണ് അതിശക്തമായ മ്ലാനതയും മൗനവും തളം കെട്ടി നിൽക്കുന്ന AKG സെന്ററിന്റെ മുമ്പിൽ ഗോവിന്ദൻ മാഷ് അകത്തുണ്ട്. ഏത് നിമിഷവും പുറത്തു വരാൻ മാധ്യമങ്ങളെ കാണാം. 16ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചരിത്രപരമായ തോൽവിയിലേക്ക് CPM-ഉം ഇടതുമുന്നണിയും മുന്നോട്ട് പോകുമ്പോൾ കപ്പിത്താൻ ക്യാപ്റ്റൻ വരെ ആടിയുലഞ്ഞു നിൽക്കുകയാണ്. ധർമ്മടത്തിന്റെ അവസാന ലാപ്പിലേക്ക് വോട്ടെണ്ണൽ പോകുമ്പോഴും ഇതുവരെ പിണറായി വിജയന് മുന്നിലെത്താൻ സാധിച്ചിട്ടില്ല. ആരെല്ലാമാണ് പ്രതിക്കൂട്ടിലാവുക, എങ്ങനെ പാർട്ടി ഇതിനെ ന്യായീകരിക്കും, ഇതെല്ലാം ചോദ്യങ്ങളായി അവശേഷിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ പിണറായി എന്ന് പറയുന്ന അച്ചുതണ്ടിലേക്ക് ഇനി കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. കഴിഞ്ഞ 10 വർഷം രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ ഫേസ് വാല്യൂ ആയി നിന്ന പിണറായിയിലേക്ക് മാത്രമായി ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഒതുങ്ങാൻ കാരണമുണ്ട്. കാര്യം പരിപൂർണമായി പിണറായി എന്ന് പറയുന്ന ഒരൊറ്റ അച്ചുതണ്ടിൽ കേന്ദ്രീകരിച്ചായിരുന്നു ക്യാമ്പയിൻ അത്രയും പോയത്, ഇലക്ഷൻ അത്രയും പോയത്. മട്ടന്നൂരിൽ KK ശൈലജയോട് മത്സരിക്കേണ്ട, പേരാവൂര് ചെന്ന് നിൽക്കാൻ പറയുമ്പോൾ അതിൻ്റെ പഴി ഡയറക്റ്റ് പോകുന്നത് പിണറായിയിലേക്ക്. നിഷ്പക്ഷരായ വോട്ട് ചെയ്യേണ്ട വോട്ടർമാർ ചിന്തിക്കുന്നതും പിണറായിക്കെതിരെ. ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവിധിയായി പോലും മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ആടിയുലഞ്ഞ ഏത് നിമിഷവും കയറി വന്നിട്ടുള്ളതാണ്. എങ്ങോടെല്ലാം മൃഗീയമായി തോൽവികൾ ഏറ്റുവാങ്ങുമ്പോൾ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ പാർട്ടിക്കുണ്ടാവുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. CPM പിണറായിക്കു ശേഷം എന്ന് പറയുന്ന ഒരു ധ്രുവീകരണത്തിലേക്ക് കടന്നു പോകാൻ വരെ സാധ്യതയുള്ളതായി ഇനി രാഷ്ട്രീയ കേരളം വിലയിരുത്തും. ഇന്ത്യ ഉറ്റുനോക്കുകയാണ് ഈ തോൽവിയെ എന്നുള്ളത് കൊണ്ട് തന്നെ. സ്വരാജും ഷംസീറും MP രാജേഷും KK ശൈലജയും തോമസ് ഐസക്കും ഒരുപാട് നേതാക്കന്മാർ ഇപ്പോഴും അടിപതറാതെ ധൈര്യത്തോടെ ഈ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്നു. G സുധാകരൻ പോയപ്പോൾ, കണ്ണൂർ TK ഗോവിന്ദൻ പോയപ്പോൾ, അവരൊക്കെ ഇന്ന് വലിയ ജയത്തിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ നിൽക്കുന്ന നേതാക്കളിലേക്ക് അവർ വീണ്ടും ഈ പ്രസ്ഥാനത്തിന് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. പിണറായിസം അവസാനിക്കുന്നു. പിണറായി എന്ന് പറയുന്ന അച്ചുതണ്ടിൽ നിന്ന് CPM ഇടതുമുന്നണി മുക്തരാകുന്നു, മോചിതരാകുന്നു എന്നുള്ളതാണ്. ഇനി മുമ്പോട്ട് ഈ പാർട്ടി ശക്തമായി വളരാം, ശക്തമായ പ്രതിപക്ഷമായി തുടരാം. അതിന് അമരത്ത് പുതിയ ആളുകൾ വരാം. ജനാധിപത്യപരമായ ചർച്ചകൾ ഇനിയും നടക്കാം. ഇനി ഈ പാർട്ടിയിലേക്ക് വിജയവും പാർട്ടിയിലേക്ക് തോൽവിയും ഉണ്ടാവുന്ന നല്ല കാലങ്ങളിലേക്ക് വരാം. എന്തുണ്ടായാലും അത് പാർട്ടി എന്ന പേരിലേക്ക് വരുന്ന നല്ല കാലങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം. ഇപ്പോൾ വിജയമുണ്ടായാലും തോൽവി ഉണ്ടായാലും പാർട്ടിയില്ല, പിണറായിയാണ്. പാർട്ടിക്ക് മുകളിൽ വളർന്ന പിണറായിസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദശാബ്ദം ഈ നാട് അടക്കി വേണ പിണറായി വിജയന്റെ ആ ഒരു ദശകം അവസാനിക്കുമ്പോൾ പാർട്ടി മോചിതമാകുന്നു. വീണ്ടും ഒരു ജനാധിപത്യ രീതിയിലേക്കുള്ള പാർട്ടിയിലേക്ക്, എല്ലാവർക്കും സ്വരങ്ങളുള്ള പാർട്ടിയിലേക്ക് ഒക്കെ പാർട്ടി ഇനി വളരാനുള്ള സാധ്യത കൂടിയാണ് തുറന്നു വരുന്നത്. ഒരുപക്ഷെ നിഷ്പക്ഷരായ പാർട്ടി പ്രവർത്തകർ, ഹാർഡ് കോർ സഖാക്കൾ ആഗ്രഹിച്ചൊരു വിധി കൂടിയായി മാറുന്നു എന്നുള്ളതാണ്.